സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കനത്ത പോരാട്ടമാണ് മണ്ഡലത്തിലുടനീളം കാണാൻ കഴിയുന്നത്. ബീഹാർ പിടിക്കാൻ കഴിവുള്ള നേതാക്കളെ നിശ്ചയിക്കുന്ന നിർണായക മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടം ജനങ്ങൾ വിധി എഴുതുന്നത്. നിലവിലെ ഉപമുഖ്യമന്ത്രിമാരും BJPയുടെ സംസ്ഥാന നേതാക്കളുമായ സാമ്രാട്ട് ചൗധരി, വിജയ് കുമാർ സിൻഹ, പ്രതിപക്ഷ നേതാവും മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവ്, ലാലു കുടുംബത്തിൽ നിന്ന് പിണങ്ങിപ്പോയി മത്സരിക്കുന്ന സഹോദരൻ തേജ് പ്രതാപ് യാദവ്, JDU സംസ്ഥാന അധ്യക്ഷൻ ഉമേഷ് കുശ്വാഹ തുടങ്ങിയവർ ആദ്യഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്ന 121 മണ്ഡലങ്ങളിൽ 10 ഇടങ്ങളിൽ ഇരു മുന്നണികൾക്കും അഭിമാന പോരാട്ടമാണ്. പാർട്ടി മാറിയും മുന്നണി മാറിയും പ്രമുഖ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിനാൽ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. താരാപൂർ JDUവിന്റെ ശക്തി കേന്ദ്രമായ മണ്ഡലമാണ്. JDU BJP ധാരണ പ്രകാരം BJPക്ക് സീറ്റ് വിട്ടുകൊടുത്തതിനാൽ ഈ മണ്ഡലത്തിൽ സാമ്രാട്ട് ചൗധരിയാണ് NDAയുടെ സ്ഥാനാർത്ഥി. വോട്ടുകൾ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന വാശിയിൽ RJDയും കോൺഗ്രസ് സഖ്യവും. നിതീഷ് കുമാർ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന വിജയ് കുമാർ സിൻഹയുടെ മണ്ഡലമാണ് ലഖിസറായ്. യാദവർ, ഭൂമിഹാർ, OBC എന്നിവർ കൂടുതലായുള്ള ലഖിസറായ് BJPക്ക് അനുകൂലമാണ്. ലാലു കുടുംബത്തിന് വേരോട്ടമുള്ള മണ്ഡലമാണ് മഹുവ. ലാലു പ്രസാദ് യാദവിന്റെ പിണങ്ങി നിൽക്കുന്ന മകൻ തേജ് പ്രതാപ് മത്സരിക്കുന്ന മണ്ഡലം കൂടിയാണിത്. രാഘോപൂർ ലാലു കുടുംബത്തിന്റെ സ്വന്തം മണ്ഡലമാണ്. ലാലു പ്രസാദ് യാദവും ഭാര്യ റാബ്രി ദേവിയും മത്സരിച്ചുള്ള മണ്ഡലത്തിൽ ഇത്തവണയും മകൻ തേജസ്വി യാദവാണ് മത്സരിക്കുന്നത്. എന്നാൽ എതിരാളി ശക്തരായതിനാൽ കനത്ത മത്സരമാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. കോൺഗ്രസിനോടും RJDയോടും എന്നും കൂറു പുലർത്തിയ മണ്ഡലമായ സസാറാമിൽ ഇത്തവണ മത്സരിക്കുന്നത് സത്യേന്ദ്ര സായാണ്. എതിരാളിയായി എത്തുന്നത് ഉപേന്ദ്ര കുശ്വാഹയുടെ ഭാര്യ സ്നേഹലതയാണ്. ഏതായാലും ആദ്യം വിധി എഴുതുന്ന മണ്ഡലങ്ങളിൽ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.